ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ ഭയങ്കര ഒരു സ്വർഗ സുഖത്തിലാണ് ഇരിക്കുന്നത്. കാരണം കുറേ കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്നൊരു സംഭവം, കോവിഡ് കാരണം പിന്നെ അല്ലാതെ ഓരോ പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ മാറിപ്പോയി. ഇന്നത് സംഭവിച്ചു. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ദിവസം ദൈവം എനിക്ക് ഇന്നത്തെ ദിവസമാണ് അതിനൊരു അനുഗ്രഹം തന്നതെന്നും ഇന്ന് മുതൽ എനിക്ക് എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ദൈവം ചൊരിഞ്ഞു തന്നു എന്നൊക്കെ ഒരു എന്താ പറയുക, മനസ്സിനൊരു തൃപ്തി, വിശ്വാസം, അങ്ങനെയൊക്കെ നടക്കുകയാണ് ഞാനും. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് നിന്നും തൊട്ടടുത്ത നെയ്യാറ്റിൻകരയിലുള്ള ശിവപാർവതി ക്ഷേത്രത്തിൽ ഇന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദർശനത്തിനോ അനുഗ്രഹം കിട്ടിയത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ കൈ ഇങ്ങനെ പോകും. വേറെ ഒരു ക്ഷേത്രത്തിലും തോന്നാത്തൊരു എന്തോ ഒരു സുഖം, ഇങ്ങനെ തന്നെ വെച്ച് നടക്കാനേ തോന്നത്തുള്ളൂ. ഇങ്ങനെ ഓരോന്നും കാണുക കണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയോ കൈലാസത്തിലെത്തിയ ഒരു സുഖമാണ്. അതിനകത്തോട്ട് ചെല്ലുമ്പോൾ അങ്ങനെ ഉയരത്തിൽ കയറി പോകുമ്പോൾ ഒരു സ്വാമി നമ്മളടുത്ത് വന്ന് ഓരോന്നിൻ്റെ കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ പഠിപ്പിച്ച് തരും. അതിൻ്റെ കൂട്ടത്തിൽ ഓം നമ ശിവായ ഇങ്ങനെ നമ്മളെ കാതിൽ കേൾക്കും. അതിനകത്ത് ഭയങ്കര ഒരു സുഖമാണ്, തണുപ്പ്. മേലെ അങ്ങ് എത്തുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവപാർവതി കൈലാസത്തിലെത്തിയ ഒരു സുഖത്തിൽ തണുത്തിങ്ങനെ ശിവപാർവതീൻ്റെ വെള്ള എന്താ പറയേണ്ടത് ബിംബം രണ്ടുപേരെയും കൂടി കണ്ടപ്പോൾ അറിയാതെ തൊഴുത് നമസ്കരിച്ച് നമുക്ക് ദർശനം കിട്ടി, നമുക്ക് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ള ഒരു പരമസുഖത്തിൽ കുറേ നേരം കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ച് എന്തൊക്കെയോ ഒരു ശരീരത്തിനൊക്കെ എന്തെല്ലോ ഒരു മാറ്റം സംഭവിച്ചൊരു ഫീലിംഗ്. ഞാനിപ്പോൾ ഇത്രയും നിങ്ങളോട് പറയുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഈ ലോകത്തുള്ള വിശ്വാസമുള്ള എല്ലാവരും എന്ത് സംഭവിച്ചാലും, നമുക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നല്ല, ഏത് ലോകത്തുള്ളവരായാലും ശരി അവിടെ ചെല്ലണം. എല്ലാവരും അവിടെ കാണണം. കണ്ടിട്ട് ആ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. അതൊരു പ്രത്യേക അനുഭൂതി എന്നൊക്കെ പറയില്ല. അനുഗ്രഹം ലോകത്തുള്ള സകലവർക്കും കിട്ടണം. നമ്മളെല്ലാം, കാരണം ദൈവം, ഞാൻ തന്നെ സ്വയം എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദൈവം അനുഗ്രഹിച്ച ജന്മങ്ങളാണ്. കാരണം ഓരോ കാല് കയ്യാതെ വയ്യാതെ ഓരോരുത്തർ കിടക്കുമ്പോൾ ദൈവം നമ്മളെ എത്രയോ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആരോഗ്യവാന്മാരായിട്ട് നടക്കുന്നത്. ഇന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ ദൈവത്തോട് തന്നെ അങ്ങോട്ട് പറയായിരുന്നു, ദൈവമേ എന്തൊരു നല്ല അനുഗ്രഹമാണ് ദൈവം ഞങ്ങൾക്കൊക്കെ തന്നത്. അതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കാണാൻ പറ്റിയത്. ശരിക്കും പ്രാർത്ഥിച്ച് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരുമായിരുന്നു. കാരണം ദൈവം ഇവിടം വരെ എത്തിച്ചു തന്നില്ലേ. ഇങ്ങനെ ഈ ആരോഗ്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ സാമ്പത്തികം ഒരിക്കലും അല്ല. ആരോഗ്യം കൊണ്ട് നമ്മളെ ഇത്രയും എത്തിച്ചെന്ന ദൈവം, സർവശക്തനായ ദൈവം, നമ്മളെ ഇനിയും നല്ല രീതിയിൽ തന്നെ കൊണ്ട് നയിക്കണമേ എന്നൊരു പ്രാർത്ഥന. ലോകത്തുള്ള എല്ലാവരും നിങ്ങൾ അവിടെ ചെന്ന് കാണണം. ഞാൻ ഈ പറയുന്നതൊന്നുമല്ല, അവിടുത്തെ ഓരോ സ്വാമിമാരും നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു തരും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഈ വോയിസ് എല്ലാം നിങ്ങൾക്ക് ഇടണമെന്നുണ്ടായിരുന്നു, ആ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് തന്നെ. പക്ഷെ അവരുടെ ആ ശബ്ദം ഉണ്ടല്ലോ, ഓം നമ ശിവായ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ അവിടുന്ന് സംസാരിച്ച ഒന്നും കേൾക്കത്തില്ല.
അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളോടെല്ലാം പറയുന്നത്. തമിഴ്നാട്ടിൽ എനിക്ക് കുറേ ബന്ധങ്ങളുണ്ട്. ഞാൻ കുറേ കാലം തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇங்கே வந்து பார்க்கணும். ஏன்னா அங்கே நிறைய தமிழ் ஆளுங்க சாமி 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 கடவுள்னு சொல்லிட்டு இருக்கிறது எனக்கு நல்லா தெரியும். அங்கே பழனியிலும் அங்கே இங்கெல்லாம் போகும்போது நிறைய ஆளுகளை பார்த்துருக்குது. கடவுளுன்னா அப்படி ஊழ்ந்து பிரார்த்தனை பண்ணுவார். உங்கள்கிட்ட எல்லாம் நான் சொல்கிறது என்னென்னா, கண்டிப்பாக டைம் கிடைக்கும்போது கேரளாவில் ட்ரிவாண்ட்ரம் வந்து நெய்யாற்றிங்கரை வந்து நீங்கள் இந்த டெம்பிள் கண்டிப்பாக பார்க்கணும். அங்கே ஒரு நாள் கம்ப்ளீட்டாக ஃபுல்லாக இருந்து அந்த சாமியுடைய எல்லா அனுகிரகம் உங்களுக்கு எல்லாம் கிடைக்கணும். நீங்கள் கண்டிப்பாக வரணுங்கிறது தான் எனக்கு உங்கள்கிட்ட சொல்ல வேண்டிக்க இருக்கிறது. ஏன்னா எல்லாரும் நீங்கள் வந்து இது வரும்போது நீங்கள் என்ன நினைப்பீங்க தானே, நான் சொல்லிட்டு தான் இது தெரிஞ்சது. கண்டிப்பாக அதுக்கு தான் உங்கள்கிட்ட எல்லாம் நான் இது எத்தனை வாட்டி சொன்னாலும் புரியாது. நான் இந்த உலகத்திலிருந்து போனாலும் உங்களுக்கு தெரியும், அந்த அம்மா இது சொன்னதுனால தான் நாங்கள் இங்கே வந்து பார்த்தேன் அப்படின்னு நீங்கள் சொல்லும் இல்லையா, அதனால தான் நான் சொல்கிறது. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാം, മലയാളികളായാലും ശരി, ഇന്ത്യയിലുള്ള എല്ലാവരും ആരായാലും ശരി, വേൾഡിലുള്ള എല്ലാവരും ഈ സംഭവം കാണുന്ന നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം നേടിയേ തീരും. ഇവിടെ വന്ന് ഒരു ദിവസം കംപ്ലീറ്റ്, ഒരു അര ദിവസം കംപ്ലീറ്റ് ഇവിടെ നിന്ന് ആ ക്ഷേത്രത്തിനകത്ത്, ശിവലിംഗത്തിൻ്റെ അകത്ത് ഇങ്ങനെ കയറി പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല, വേറെ ഏത് ലോകത്ത് ചെന്നാലും കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. നിങ്ങളെല്ലാവരും വരണം, എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.
प्रिय तू मंगलदाता, भक्तांची कामना पुरविता. महाद्वार या नगरीचा तू, महाद्वार या नगरीचा तू, दैवत अमुचा विनायका तू, दैवत अमुचा विनायका तू. हे गजानन, हे गजानन, हे गजानन, हे गजानन, हे गजानन. तू आदिश्वर, तू परमेश्वर, तूच ईश्वर. हे गजानन, हे गजानन, हे गजानन, हे गजानन. हे गजानन विनायका, हे गजानन विनायका, हे गजानन विनायका, हे गजानन. हे सुख करता तू दुःख हरता बाप्पा विनायका. हे गजवंदन पार्वती नंदन बाप्पा विनायका. सर्वजनार्थे प्रिय दैवत बाप्पा विनायका. महाद्वार या नगरीचा तू